പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളോട് പ്ലസ് വൺ കെമിസ്ട്രി ആണോ പ്ലസ് ടു കെമിസ്ട്രി ആണോ ഈസി എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പറയുന്നത് പ്ലസ് വൺ കെമിസ്ട്രി എന്ന് തന്നെയായിരിക്കും. പ്ലസ് ടു കെമിസ്ട്രി അത്രമേൽ ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം എന്താണ്? പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, പ്ലസ് ടു കെമിസ്ട്രിയിലെ പാർട്ട് 2 ടെക്സ്റ്റ് മുതൽ ആരംഭിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനമായും നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ബയോമോളിക്യൂൾസും കൂടെ ചേർത്തുകയാണെന്നുണ്ടെങ്കിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ചാപ്റ്റേഴ്സിലെല്ലാം റിയാക്ഷൻസ് എത്ര തന്നെ പഠിച്ചാലും ഓർത്തു വെക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ എല്ലാം റിയേജൻസ് ഓർത്തു വെക്കാൻ കഴിയുന്നില്ല. നെയ്മഡ് റിയാക്ഷൻസ് ഒരുപാടുണ്ട്, അതും ഓർത്തു വെക്കാൻ കഴിയുന്നില്ല. എത്ര തന്നെ റിയാക്ഷൻസ് പഠിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു, വളരെയധികം കൺഫ്യൂഷൻസ് നേരിടുന്നു. മാത്രമല്ല എത്ര തന്നെ പഠിച്ചു എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തന്നെ പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, കൺവേർഷൻസ് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, ചോദ്യങ്ങൾ കാണുമ്പോൾ ടെൻഷൻ ആവുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിലൂടെ കടക്കുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും പറയുന്നുണ്ടായിരിക്കുക. ഈ പ്ലസ് ടു കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി അത്രമേൽ ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം എന്താണ് നോക്കാം നമുക്ക്. ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്രധാനമായി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. ഒന്ന്, ഹാലോ ആൽക്കിൻ ഹാലോ ഒറൈൻസ്. രണ്ടാമത്തത് ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതർ. അടുത്തത് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ലാസ്റ്റ് വൺ അമൈൻസ്. ബയോമോളിക്യൂൾസും കൂടെ ചേർത്തുകയാണെങ്കിൽ ഈ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സെഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്റേഴ്സിലെല്ലാം ഒരുപാട് റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത് എന്ന തെറ്റായ ധാരണയാണ് നിങ്ങൾക്ക് ഇതിലോട്ടൊരു ടെൻഷൻ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കുന്ന ഓരോ റിയാക്ഷൻസും അടുത്ത ചാപ്റ്ററിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആൽക്കഹോൾസിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ പഠിക്കുന്നുണ്ട്. ആൽക്കഹോൾസിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡും കീറ്റോണും കിട്ടുന്നു എന്നൊരു റിയാക്ഷൻ ആ ചാപ്റ്ററിൽ പഠിക്കുന്നു. അതേ റിയാക്ഷൻ തന്നെയാണ് തൊട്ടടുത്ത ചാപ്റ്ററിൽ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും പ്രിപ്പറേഷൻ ആയിട്ട് പഠിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിയാക്ഷൻസിന്റെ എണ്ണം നമുക്ക് എത്രയോ കുറയ്ക്കാനായിട്ട് സാധിക്കും. അവിടെ ഓരോ ചാപ്റ്ററിലും ഓരോ റിയാക്ഷൻസ് എഴുതി വെച്ചുകൊണ്ട് ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന ധാരണയിൽ കാണാതെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് കെമിക്കൽ റിയാക്ഷൻസും ഒരു ലോഡ് റിയേജൻസും ഒരുപാട് കൺവേർഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള തെറ്റായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും. ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാതിരുന്നാൽ പാസ്സാവുമോ എന്നുള്ളത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന പബ്ലിക് ലൈവുകളിലെല്ലാം ഭൂരിഭാഗം വിദ്യാർത്ഥികളും ചോദിച്ച ചോദ്യമാണ്. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയെ ഇനി മുതൽ ഒരാളും ഭയപ്പെടേണ്ടതില്ല. വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് ട്രിക്സ് ഉണ്ട്. വളരെ സ്മാർട്ടായിട്ട് വേണം നമ്മൾ അതിനെ നേരിടുവാൻ വേണ്ടി. ഓരോ ചാപ്റ്ററും പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതിലെ ഓരോ റിയാക്ഷൻസും നോട്ട് ബുക്കിൽ സെറ്റായി എഴുതി വെക്കുക. നെയ്മഡ് റിയാക്ഷൻസ് മാത്രം വേറെ സെപ്പറേറ്റ് എഴുതി വെക്കുക. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും നെയ്മഡ് റിയാക്ഷൻസ് വേറെ വേണം. അല്ലാതെ ഡെയിലി നമ്മൾ ഓരോ സ്കൂളിൽ പഠിക്കുന്ന ഓരോ ദിവസവും പഠിക്കുന്ന റിയാക്ഷൻസ് എല്ലാം നമ്മൾ ഓർഡറാക്കി എഴുതി വെച്ചിരിക്കണം. ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിലും റിയാക്ഷൻസ് മാത്രം സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്ന കാര്യമായിരിക്കും. അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ റിയാക്ഷൻ തന്നെയാണല്ലോ അവിടെ പഠിച്ചിരുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ റിയാക്ഷൻസിൻ്റെ എണ്ണം കുറയ്ക്കുവാനും റിയേജൻസിൻ്റെ തമ്മിൽ, അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റ്, റിഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുവാനും ഇത്രയേ ഉള്ളൂ എന്നൊരു തോന്നലും നിങ്ങൾക്ക് എല്ലാവർക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പഠിക്കാനുള്ളത് നെയ്മഡ് റിയാക്ഷൻസ്. അത് അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ്. അതിന് വളരെ ഈസി ആയിട്ടുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റിന്റെ പേരോടുകൂടില്ല നെയ്മഡ് റിയാക്ഷൻ, നെയിം തരികയാണ്, തൊട്ട് താഴെ റിയാക്ഷൻ തരികയാണ്. ഈ നെയിമും റിയാക്ഷനും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഒരു കഥ ഉണ്ടാക്കിയെടുക്കുക. മെക്കാനിസത്തിക്കാൾ അപ്പുറത്ത് ഇത് ഓർത്തു വെക്കാനുള്ള ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. പബ്ലിക് എക്സാമിന് ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തെ നേരിടുവാൻ നമ്മൾക്ക് സാധിക്കണം. അതിനായിട്ട് മുഴുവൻ റിയാക്ഷൻസും ഇങ്ങനെ നെയ്മഡ് റിയാക്ഷൻസ് എല്ലാം തന്നെ ആ നെയിമും റിയാക്ഷൻസും വെച്ചുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് അത് ഓർത്തു വെക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എല്ലാ നെയ്മഡ് റിയാക്ഷൻസെയും ഒരുപാട് ട്രിക്സ് അടങ്ങിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള വേറൊരു വഴി പറഞ്ഞുതരാം. ഓർഗാനിക് കെമിസ്ട്രി മറ്റെവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് മെക്കാനിസം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടന്റ് ക്ലാരിറ്റിയോടുകൂടെ പഠിക്കാനും ഒരുപാട് ട്രിക്സും ടിപ്സോടുകൂടെ ഈ റിയാക്ഷൻസ് എല്ലാം ഓർത്തു വെക്കാനും വേണ്ടി ഒരൊറ്റ ഐഡിയ എന്ന് പറയുന്നത് 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. +2 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഓർഗാനിക് കെമിസ്ട്രി ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക, സെറ്റാക്കുക. മറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം ഈ ചോദ്യങ്ങളെ കണ്ട് അമ്പരക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ എഴുതിക്കൊണ്ട് മുഴുവൻ മാർക്കും ഉറപ്പിക്കുന്നുണ്ടായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.